വെൽക്കം ടു ഞാൻ സമർച്ചാറിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് സ്റ്റാർട്ട്. ഫസ്റ്റ് വൺ വരുന്നത് സെമി സിൽക്കിൻ്റെ ഫാബ്രിക്കാണ്. കളറിന് ചെറിയ വ്യത്യാസം കണ്ടു, പക്ഷേ നല്ല കളറാണ് നേരിട്ട് കാണാൻ. ഒരു ഗ്രീനിഷ് ബ്ലൂ കളർ നിങ്ങൾ കാണുമ്പോൾ ഭയങ്കര ബ്ലൂ പോലെ തോന്നിക്കും. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഐറ്റംസ് ഞാൻ എടുത്തെടുത്ത് പറയാറുള്ളത്. അപ്പോൾ ഇത് സെമി സിൽക്കിൻ്റെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു ചെറിയ സിൽക്കി ഫിനിഷുള്ള മെറ്റീരിയൽ, അതിൽ കംപ്ലീറ്റ് ആയിട്ട് കാത്താവാക്കിൻ്റെ ഡിസൈൻ പോലെ ചെറിയ ത്രെഡിൻ്റെ ഡിസൈൻ അതിങ്ങനെ മൊത്തം ഉണ്ട് കേട്ടോ. വൈറ്റ് 2 ലൈൻ, പിന്നെ അതിന് ശേഷം ഒരു പീച്ച് പോലത്തെ ഒരു ഷെയ്ഡിൽ ലൈനാണ് കൊടുത്തേക്കുന്നത്. ആ ഒരു കോമ്പിനേഷനിൽ തന്നെ ദുപ്പട്ടയ്ക്കകത്ത് കംപ്ലീറ്റ് ത്രെഡ് വർക്ക്, അതും ഒരു ലൈൻ പാറ്റേണിലാണ് ചെയ്തേക്കുന്നത്. ഫുള്ളായിട്ട് എംബ്രോയ്ഡറി ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡൽ. ഓർഗൻസയുടെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ് ദുപ്പട്ടയ്ക്ക് വന്നേക്കുന്നത്. ഇത് നന്നായിട്ട് ഒതുങ്ങി കിടക്കും കേട്ടോ. ഇതാ ഇതുപോലെ ബോട്ടം വരുന്നത് സെയിം കളർ മാത്രം ഒന്ന് ഓർത്തോണം. ഗ്രീനിഷ് ബ്ലൂ ആണ്, ഭയങ്കര ഓവർ ബ്ലൂ അല്ല കേട്ടോ, പക്ഷെ നല്ല കളറാണ്. നമ്പർ AH556, റേറ്റ് 1100 രൂപയുള്ളൂ. 1100. ഇതിൽ കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ. എല്ലാം നല്ല കളറുകളാണ്, നല്ല ഡാർക്കായിട്ട് നിൽക്കുന്ന നല്ല ഷെയ്ഡ്സ്. അപ്പോൾ ഇത് നല്ല ഡാർക്ക് മെറൂണിൻ്റെ ഷെയ്ഡ്. ഇതാണ് ദുപ്പട്ട, അതിലും ഫുള്ളായിട്ട് ഒരു എംബ്രോയ്ഡറി ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇത് ഓർഗൻസയുടെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ടോപ്പിൻ്റെ മെറ്റീരിയലാണെങ്കിലും ദുപ്പട്ടയാണെങ്കിലും അത്യാവശ്യം നല്ലതായിട്ട് തന്നെ ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് സെയിം കളർ. വാഷ് ചെയ്താലും ഒന്നും ഒരു കുഴപ്പമില്ലാത്ത മെറ്റീരിയലാണ്, നല്ല ഫാബ്രിക്കാണ്. നമ്പർ AH553, റേറ്റ് 1100. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ചിഷ് യെല്ലോ കളറാട്ടോ. യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ഓറഞ്ച് തന്നെ, ഒരു റയർ ആയിട്ടുള്ള നല്ല ഷെയ്ഡാണ് കേട്ടോ. അതിൻ്റെ അകത്തും ഫുള്ളായിട്ട് പീച്ച് കോമ്പിനേഷനാണ് കൊടുത്തേക്കുന്നത്. പിങ്കിഷ് പീച്ച് പിന്നെ ലൈറ്റ് പീച്ച് ആയിട്ടുള്ള കോമ്പിനേഷനിൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ത്രെഡ് വർക്ക് ആട്ടോ. ആ ഒരു പീച്ച് പിങ്ക് കോമ്പിനേഷനിൽ ത്രെഡ് വർക്ക് കൊണ്ട് വൈറ്റ് കളർ ത്രെഡ് വർക്കും കൊടുത്തിട്ടുണ്ട്. നല്ല കളറാട്ടോ. അപ്പോൾ ഇത് കുറച്ച് ബ്രൈറ്റ് ആയിട്ട് ഉള്ളത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ അടിപൊളി ഷെയ്ഡാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഓവർ ഇതൊന്നും അല്ല കേട്ടോ. നമ്പർ AH554, റേറ്റ് 1100. നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ഗ്രീൻ്റെ ഷെയ്ഡ്. ഇതും നല്ല ഭംഗിയുള്ള ഗ്രീൻ ആട്ടോ, കാരണം ആ പീച്ചിൻ്റെ കോമ്പിനേഷൻ, പിങ്കിഷ് പീച്ചിൻ്റെ കോമ്പിനേഷനാണ് അതിന് കൂടുതലൊരു എടുപ്പ് നൽകുന്നത്. നല്ല ലെങ്ത്തും ഉണ്ട് കേട്ടോ. ദുപ്പട്ട നിങ്ങൾ നോക്കി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ലെങ്ത്തിൽ തന്നെ കിടക്കും. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AH555, റേറ്റ് 1100. എല്ലാം നല്ല നല്ല ഷെയ്ഡ്സ് കേട്ടോ. ഇത് നല്ല പിങ്കിൻ്റെ ഒരു ഷെയ്ഡാണ്. പിങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ഒനിയൻ പിങ്ക് പറയൂല, അതിൻ്റെ തന്നെ ഡാർക്കായിട്ട് നിൽക്കുന്ന ഷെയ്ഡില്ല, അങ്ങനത്തെ കളർ. നോർമൽ ഒനിയൻ പിങ്ക് അല്ല, അതിൻ്റെ തന്നെ നല്ല ഡാർക്കർ ഷെയ്ഡ്. എപ്പോഴും മുഖത്തിന് ഭയങ്കര ഒരു എടുപ്പ് നൽകുന്ന ഒരു കളറാണ്. ഇതിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ ഷെയ്ഡ്സും തന്നെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഡാർക്കായിട്ട് നല്ല രീതിയിലാണ് ഷെയ്ഡ്സ് ചെയ്തേക്കുന്നത്. മെറ്റീരിയലിനെയും കാണും കേട്ടോ. ബോട്ടം സാറ്റിൻ സിൽക്ക്, നമ്പർ AH557, റേറ്റ് 1100. ഇതിൽ ലാസ്റ്റ് ഷെയ്ഡാണ്. എല്ലാം നല്ല അടിപൊളി കളേഴ്സിലെ കുറേ ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു. നല്ലൊരു പർപ്പിൾ ഷെയ്ഡാട്ടോ. പർപ്പിളിൻ്റെ നല്ല തെളിച്ചുള്ള നല്ല കളർ. അപ്പോൾ അതിലും സെയിം കോമ്പിനേഷനാണ്. ആ ഒരു പീച്ച് പിങ്ക് കോമ്പിനേഷനിലാണ്. ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. ത്രെഡ് എല്ലാത്തിലും സെയിം തന്നെയാണ്. 2 വൈറ്റ് പോലത്തെ ലൈൻസ്, പിന്നെ അതിൻ്റെ ഇടയ്ക്കൊരു പിങ്ക് കൂടിയിട്ടുള്ള ഷെയ്ഡ്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ വരുന്നത് AH558, റേറ്റ് 1100.